അപ്പോൾ എല്ലാവർക്കും വീണ്ടും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒരു പാനീയമാണ് ഇളനീർ. നമുക്ക് ആ ഇളനീരിൻ്റെ ഗുണങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാം. ഇളനീരിന് അനേകം ഗുണങ്ങളുണ്ട്. നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ തടയാൻ ഇളനീർ വളരെയധികം സഹായിക്കുന്നു. ഇളനീർ വളരെയധികം സഹായിക്കുന്നു. കഠിനമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും കായിക താരങ്ങൾക്കും ഇളനീർ വളരെ നല്ലതാണ്. അതുകൂടാതെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധാതുലവണങ്ങളായ സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം എന്നിവ ഇളനീരിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ബി കോംപ്ലക്സും ഫൈബറും എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇളനീരിലെ ലോറിക് ആസിഡിൻ്റെ സാന്നിധ്യം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണപ്രദമാണ്. കുട്ടികളിൽ പൊതുവായി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളായ മലബന്ധം, അതുകൂടാതെ മൂത്രത്തിൽ പഴുപ്പ്, ഗ്യാസ് സംബന്ധമായ പ്രയാസങ്ങൾ, ഡീഹൈഡ്രേഷൻ എന്നിവ പരിഹരിക്കാൻ ഇളനീർ വളരെ സഹായകമാണ്. ഇളനീരിൽ അടങ്ങിയ ഇലക്ട്രോലൈറ്റുകൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ചർമ്മത്തിൻ്റെ ഇലാസ്തികത നിലനിർത്താനും അതുവഴി മുഖക്കുരു തടയാനും ഇളനീർ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇളനീരിലെ ബയോ ആക്റ്റീവ് എൻസൈമുകൾ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ മികച്ചതാണ്. രക്തയോട്ടം കൂട്ടി ശരീരത്തിന് സ്വാഭാവിക തിളക്കം കൂട്ടാൻ ഇളനീർ മികച്ചതാണ്. ഇളനീരിൽ അടങ്ങിയ പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാനും അതുവഴി ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇളനീരിൽ അടങ്ങിയിരിക്കുന്ന പെറോക്സിഡേസ് എന്ന എൻസൈം ആൻറ്റി ഏജിങ് ഗുണമുള്ളതാണ്. പക്ഷേ ഇളനീർ നമ്മൾ അങ്ങനെ പ്രത്യേകം കഴിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പ്രമേഹ രോഗികളും വൃക്ക സംബന്ധമായ രോഗമുള്ളവരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും, അതായത് മധുരം കൂടുതൽ കഴിക്കുക, അങ്ങനെ വെള്ളം കൂടുതൽ കഴിക്കുക, അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും കൃത്യമായ ഒരു ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടറുടെയോ പ്രകാരം മാത്രമേ ഇളനീർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർക്കും ഇളനീർ കഴിച്ചാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ്.